നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരന്റെ മരണത്തിൽ കുഞ്ഞിനെ കൊന്നത് താനാണെന്ന് കുറ്റം സമ്മതിച്ച് കുട്ടിയുടെ പിതാവ് ഷിജിൻ. ഇന്ന് പോലീസ് നടത്തിയ നിർണായക ചോദ്യം ചെയ്യലിലാണ് ഷിജിൻ കുറ്റം സമ്മതിച്ചത്. ഫോറൻസിക് സർജന്റെ നിഗമനത്തെ തുടർന്ന് പിതാവിനെയും മാതാവിനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. വയറ്റിലുണ്ടായ അസ്വാഭാവികമായ ക്ഷതമാണ് കുട്ടിയുടെ മരണകാരണമെന്ന് ഡോക്ടർമാർ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായി പോലീസിനെ അറിയിച്ചിരുന്നു. അതേസമയം കുട്ടിയുടെ സംസ്കാര ദിവസം തന്നെ സംശയം തോന്നിയ പോലീസ് മാതാവ് കൃഷ്ണപ്രിയയെയും പിതാവ് ഷിജിനെയും ചോദ്യം ചെയ്തെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നില്ല. കുട്ടിയുടെ മാതാവും പിതാവും പരസ്പര വിരുദ്ധമായി മൊഴികൾ നൽകുന്നതും അമ്മ കൃഷ്ണപ്രിയ ചോദ്യം ചെയ്യലിൽ സഹകരിക്കാത്തതും പോലീസിന് കൃത്യമായ നിഗമനത്തിലെത്താൻ സാധിച്ചിരുന്നില്ല. അതേസമയം ഇന്ന് കൃഷ്ണപ്രിയയെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യലിന് ശേഷം കൃഷ്ണപ്രിയയുമായി കുഞ്ഞിനൊപ്പം വാടകയ്ക്ക് താമസിച്ചിരുന്ന കവളാകുളത്തെ വീട്ടിലെത്തി ചില തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം വൈകിട്ടോടെ കൃഷ്ണപ്രിയയെ വിട്ടയച്ചെങ്കിലും ഷിജിനെ തുടർന്നും ചോദ്യം ചെയ്തു. തുടർന്നാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ചതിനെ തുടർന്ന് കുഴഞ്ഞുവീണ 1 വയസ്സുകാരൻ അപ്പു എന്ന് വിളിക്കുന്ന ഇഹാനെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നതും തുടർന്ന് മരിക്കുന്നതും. കുടുംബ പ്രശ്നങ്ങൾ മൂലം അകന്നു കഴിഞ്ഞിരുന്ന കൃഷ്ണപ്രിയയെ 1 മാസം മുമ്പാണ് വീണ്ടും ഷിജിൻ കൂട്ടിക്കൊണ്ടുപോയത്. സ്ത്രീധനത്തെ ചൊല്ലി കൃഷ്ണപ്രിയയെ മർദ്ദിച്ചതിന് ഷിജിന്റെ പേരിൽ പൂവാർ സ്റ്റേഷനിൽ നിലവിൽ കേസുമുണ്ട്.